അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഞങ്ങളെ ചെക്കന്മാരെല്ലാവരെയും വക ഈദ് മുബാറക്. ഫസൽ അണ്ണനുണ്ട് ലേസ് വാങ്ങി വന്നിട്ടുണ്ട്. കാണിച്ചു കൊടുക്കും ലേസ് ഏടാ അപ്പളേക്ക് ജുനേത് മൊത്തം ഏത് എൻ്റെ ഫോണിൻ്റെ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും കൂടെ ടൗണിൽ പോയിട്ടോ ബീച്ചിൽ. എല്ലാവർക്കും നമ്മളെല്ലാവരെയും വക ഈദ് മുബാറക്. പറയാം ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. എല്ലാവരും പറ ഈദ് മുബാറക്. എന്താണത് പറഞ്ഞു കുടിയല്ലോ. അപ്പൊ നമുക്ക് ടൗണിലെത്തിയിട്ട് കാണാം. എടുക്കോ അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ ടൗണിലെത്തി, ബീച്ചിലെത്തി. ഇവിടെ ഇത്രയും പെരുന്നാളായിട്ട് എന്തോ അല്ലേ മാഷാഅല്ലാഹ് ബീച്ചിലെ അവസ്ഥകളല്ലേ. അത്ര കാലങ്ങൾക്ക് ശേഷം നമുക്ക് വേറൊരാളെ കിട്ടിയിട്ടുണ്ട്. മോനെ കാണിച്ചു കൊടുക്ക്, മോനെ കാണിച്ചു കൊടുക്ക്. സഫർ അലിയുടെ അനിയൻ കാലങ്ങൾക്ക് ശേഷം. അല്ലാടാ ഓന് മൂന്നാളോട് ആ സൂമി 3x ഇട്. ആ മൂന്നാൾക്കാർ നമ്മളാളാട്ടാ. 3x ഇട് സൂമാക്ക്. ആ ഈലെങ്ങനെ പോന്നേ ഫസലൊക്കെ മുടിയൊക്കെ ഇതാക്കിയിട്ട്. കട്ട് ചെയ്ത ആള് കടി എങ്ങനെ ഉണ്ട്? അടിപൊളി. കല്ലമ്മക്ക കോഴിക്കോടൻ കല്ലമ്മക്ക. അതല്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫസൽ ലോകാണ് ഇന്ന് ചായ. നമുക്ക് ജുനൈദ്ക്കായ ഉണ്ട്. കോഫിയോ? സഫർ അലിയും ഉണ്ട്. കൊള്ളാം. എങ്ങനെ കടി എങ്ങനെ ഉണ്ട്? ചായ എങ്ങനെ ഉണ്ട്? ഇതെന്താ ഈ തണല പൂ വളർത്തുന്നത്? അതിൻ്റെ ഇഷ്ടം വേണ്ട. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മച്ചാനെ അത് കാണിച്ചെടുത്ത് മച്ചാനെ നമുക്ക് ബോൾ ഇട്ടെടുത്തില്ല. ആടുള്ള ബോളില്ലേ അത് പോയി വാങ്ങി നോക്കാം. ജുനൈദ് ഇന്ന് കയറും. എന്തോ കളിക്കുന്നുണ്ട് ജുനൈദ്. അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയ ഷൂട്ട് മണലിൽ കൂടെ നമ്മളായിരിക്കില്ലേ? എല്ലാവരും ഉണ്ട്. ഫസലിനെ മോട്ടറാക്കിയത് ഫസൽ എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചെക്കന് ലൈൻ ഉണ്ട് കേട്ടോ. ഫോണിൽ കണ്ടോ ലൈൻ? ബ്ലോഗാ ഞാൻ കട്ടാക്കൂല. കണ്ട. അപ്പോൾ സുഹൃത്തുക്കളെ ഇങ്ങനെ ഒന്ന് പൊക്കി കാണിച്ചു. മാഷാഅല്ലാഹ് ഇത്രയും ക്ലൗഡ് ഇന്ന് ഈ ഈദ് മുബാറക് ഉണ്ടെന്ന്, പെരുന്നാളിലെന്ന്, ചെറിയ പെരുന്നാളിലെന്ന് ഇത്രയും ആൾക്കാരെ നമ്മൾ ബീച്ചിൽ കാണാം. എന്തുറഞ്ഞാലുണ്ട് അവിടെ, പട്ടങ്ങളുണ്ട് നിലത്ത്. ആഷിയുണ്ട് കോഴിക്കോട് ബീച്ചിൽ, കാലിക്കറ്റ് ബീച്ചിൽ. എന്താണ്
ഓയ് എന്താണ് എന്താ നോക്കണേ? മറന്നു വന്നതോ? അതിങ്ങി മറക്കരുത്. ഇതെന്താ സംഭവം? ഇതെന്താ കാണിച്ചു കൊടുക്കും. ഫോൺ ഹോൾഡർ ഇല്ലാഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കും. ഫോൺ ഹോൾഡർ ഇല്ലാഞ്ഞിട്ട് സൂമാക്ക് ട്യൂക്സിലൊക്കെ ഫോൺ ഹോൾഡർ ഇല്ലാഞ്ഞിട്ട് ചെരുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട്. അതെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നു. യെസ്, ഉള്ളത് കൊണ്ട് തൃപ്തി, ഇല്ലാത്തത് കൊണ്ട് വിഷമിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവൻ, അതാണ് അൽ ഒട്ടഹ. അൽ ഒട്ടഹ. ചെറിയ മോനാട്ടോ ബിസിനസ് നടക്കുന്നത്. സംഭവം സീനാട്ടോ. സ്മെല്ലുണ്ട്. കുളിപ്പിക്കലൊന്നുമില്ലാന്നുണ്ടോ? അതാ കുതിര സവാരി. കൊണ്ടുപോകും മോട്ട. क्या भाई? എന്താ വർത്താനം? കച്ചറ ഉറുമ്പ് ഉറങ്ങൂല, കുതിര കെടുക്കൂല. എന്തൊക്കെ തരങ്ങളാ! തല്ലും പിടിക്കുകയൊക്കെ ചെയ്യുന്നടോ. പാവം. അത് കാരണമാണ് ഓനൊരു 10 രൂപ കിട്ടുന്നത്. എന്നിട്ട് ഓൻ അതിനെ തല്ല. എന്താണ് ഈ കുതിര കാണിച്ചെടുക്ക്? ശാന്തമായ കുതിര. ആൾക്കാരൊക്കെ കണ്ട് അതിൻ്റെ ബാക്ക് പോയ ചവിട്ടും കിട്ടും. എടോ ഒന്ന് കച്ചറല്ലാണ്ട് നടക്കടോ. എടോ ഫസലിനെ മോട്ടറാക്കി നമ്മൾ കയ്യിൽ കയറ്റിയാലോ? ഫസലിനെ അത് കാണിച്ചു കൊടുക്കുക. ഫസലിനെ മോട്ടറാക്കുക, എന്നിട്ട് ട്യൂസിലിട്, അതിൽ കയറ്റാം. ഫസലേ കൂടാ, ഞാൻ കയറുമോ? സെറ്റായിക്കോ, എന്നിട്ട് വേറെ ലോകം കാണും. അതിൽ കയറിയോ സെറ്റാക്കിയോ? അങ്ങനെ പോയിക്കൊണ്ട് പോകും. കിട്ടാത്ത സമ്മതങ്ങൾ പറയും. ആരും വൃത്തിയില്ലെന്നോ? അത് നോക്കി എന്നിൽ ഞാനത് കാണുന്നുണ്ട്. അല്ല വേണ്ട, എനിക്ക് വേണ്ട. അല്ല എനിക്ക് ഞാൻ 2 വട്ടം കണ്ടതാ. ഇനി കണ്ടല്ലേ? കേറിയില്ലല്ലോ. കേറിയെന്നല്ല, 2 വട്ടം കേറിയാ. അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പൈസ അല്ല. പക്ഷെ ഇപ്പൊ ആഗ്രഹം ഇപ്പോഴും പൈസ അല്ല. എടാ ഈറ്റൊരു കുതിരനായി നമ്മൾ വിട്ടാലോ? നല്ല പരിപാടിയാണ്. പക്ഷെ കുതിര വാങ്ങാൻ പൈസ എത്ര ആവും? ഒരു കുതിരക്ക് എത്ര? 5 ലക്ഷം ഉണ്ടാവും. ഒരു കുതിരക്ക് എത്ര രൂപ ഉണ്ട്? കുതിരന്റെ പെർഫോമൻസ് അനുസരിച്ച് അങ്ങനെയല്ലോ. ഓരോ രീതിയിലുള്ള പെർഫോമൻസ് ഞാൻ ഉദ്ദേശിച്ചത്. കുതിരയുടെ റൈറ്റ് അതിന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. കേറി ഇങ്ങനെ എനിക്ക് ഈ കുപ്പാട് നോക്കി തോന്നി. എനിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിക്കിച്ചിനെ. എടോ അതിന്റെ എന്താ പറയാ, ശരീരം കൊണ്ടും അമ്മ തന്നെ ഇതും കൊണ്ട് ഇതിന്റെ ആരോഗ്യം കൊണ്ടല്ലേ പറയുന്നത്? ആരോഗ്യം, അതിന്റെ ശരീരം, വലിപ്പം, തൂക്കം, ഭാരം, ആണാണോ പെണ്ണാണോ അതിനൊക്കെ അനുസരിച്ച് റേറ്റ് ഉണ്ടാകുക. ചെറിയ മക്കള് കാണിച്ചു കൊടുക്കേ.
ആകാശത്തോളിണ്ടാ ആകാശത്തോളി നമ്മൾ കയറാം ആകാശത്തോളിയിൽ മാറേണ്ടി പൈസ കൊടുക്കണം. പൈസ ഒക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ വേണ്ട, എനിക്ക് തലാറുണ്ട്. എനിക്ക് ഈ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ തലാറുണ്ട് കേട്ടോ. അച്ഛനെ നിൽക്കുന്ന നോക്കുന്നേ നിന്ന് പിന്നെ ഇവിടെ ബായി നിൽക്കുന്ന ഇവിടെ ബായിക്ക് ജീവന് ഇവിടെ ബായിക്കൊന്നും ജീവന് കൊതില്ലേ. അല്ലോ ഇതെന്താ ഇതൊക്കെ ഫസല അതിൽ കയറി ഫസല നല്ല വൃത്തിയുള്ള സാധനം ഇങ്ങോട്ട് ധൈര്യമല്ല ഫസലെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധൈര്യമാണ് ഇങ്ങനെയാണ്. കയറി ഇങ്ങിപ്പോ സഫറിങ് കയറുന്നോ ജുനേദ് എങ്ങനെയല്ലോ കയറി വെക്ക്. അല്ലെങ്കിൽ ഞാൻ എയർല തന്നെയാണ്. ഇതൊക്കെ ട്രൈ ചെയ്താണോ ചെയ്യാം എപ്പോ കൊടുവള്ളി അല്ല കൊടുവള്ളിത്ത് നമ്മൾ വ്ളോഗിൽ അന്ന് നമ്മളുണ്ടായിരുന്നു. അന്ന് നമ്മൾ വ്ളോഗിലുണ്ടായി പോയി. വ്ളോഗ് അങ്ങനെ എടുത്തില്ല. അന്നത്തെ വ്ളോഗ് എടുത്തിനെ മുത്ത കേറി പോയി. അന്ന് നമ്മൾ ഇത്ര ക്ലൗഡിനെ നമ്മൾ അവിടെ ഉണ്ടാക്കി. അതിന് മുമ്പത്തൊക്കെ ഉണ്ട്. അതായത് മറ്റേ എവിടെ പോയോക്കാം, ഊട്ടി പോയിട്ടുണ്ട്. ഇത്ര ഉണ്ടായില്ലേ? കൊച്ചി പോയുണ്ട്. കൊച്ചിയിലൊക്കെ പോയി നമ്മൾ വ്ളോഗ് എടുത്തിനപ്പോ നമ്മൾ ആരായി. പിന്നെയും തോന്നുന്നുണ്ടല്ലോ. ഞാൻ കൊച്ചി പോയാലും ചങ്ക് പിടിച്ചിട്ടുണ്ടാവും. അതാ ചങ്ക് ഇഷ്ടപ്പെടുന്നില്ല തോന്നിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് പിടിച്ച് ഡിഫൻഡറല്ലേ? ഡിഫൻഡറിലാണ് വെള്ളം എന്നാ വാ അങ്ങോട്ട് വെക്കാം. എനിക്ക് സ്മെല് ചെയ്യുന്നുണ്ട്. ആ ഇതുണ്ടായിട്ടാ കുതിര, ഒട്ടകത്തിൻ്റെ കുതിരൻ്റെ വാ നടക്കണോട്ട്. എന്നാ വാ കട്ടൊന്നുമില്ല. അവിടെ അതിൽ മറ്റേതൊക്കെ വന്നിട്ട് മറ്റേ പറഞ്ഞ് എന്ത് എന്തോന്ന് പറഞ്ഞു അതൊക്കെ കട്ടാക്കുന്നു. ചെറുതായിട്ട് കട്ടാക്കും. പീന്നല്ലത് കൊടുത്തത്. ആ വേണ്ട, ആ പീനില്ല ഒരു ബോറ. ഇവിടെ എങ്ങനെ പൈസ ഇവിടെ എങ്ങനെ ഇരുന്നാൽ സെറ്റാവും. ഇതിൻ്റെ ഒറ്റ ഉറക്കം. എന്നിട്ട് രാവിലെ 4 മണിക്ക് എണീറ്റ് പോവാം. ഒന്ന് കാണിച്ചു കൊടുക്ക്. റെയിൽവേ എനിക്ക് റെയിൽവേയിൽ എന്താ പരിപാടി? എക്സ്പീരിയൻസ് ഉണ്ട്. താളം കിട്ടി. താളം അടുക്കാൻ അറിയാന്. മിനി കളിക്കാണ്. മിനി കളിക്കാണ്. പണ്ട് ഈ മിനിമിനിറ്റ് ആരും കളിക്കല്ലോ, ചെറിയ മക്കളെയും കളിക്കുന്നു. ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ ടൈമിന് ഞാൻ കളിച്ചിരുന്നു. പിന്നെ ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് ഇപ്പൊ എത്ര വലിയവരാ കളിക്കുന്നത്? അല്ലടോ, ഇതിപ്പോ ഈ റമദാൻ മാസം ആയതിനു ശേഷമാണ് ഈ മിനിമിനിറ്റ് കയറി. ആ അതന്നെ 2-3 മാസം മുന്നേ ഉണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരു പ്രാവശ്യം തോറ്റന്നല്ലോ. നിങ്ങളെ മുമ്പിലല്ലേ? ഞാൻ മരിച്ചാലേക്ക് കുഴപ്പമില്ലാന്നാ. അതിനോ അറിഞ്ഞില്ല. അതിനോ അവൻ കട്ടാക്കും. ആര്? ഞാൻ കട്ടാക്കുന്നില്ല. ഇത് 3 സെക്കൻഡ് കട്ടാക്കി വരും. അതിന്റെ ഡിലീറ്റ് ആക്കുന്ന പാർട്ടി നമ്മൾ തരണേ. നല്ല സ്മെല്ലുണ്ട്. ഇങ്ങോട്ടിട്ട് പോവാം. എടാ വാടോ. വാ.
എടാ ജുനേദേ, സഫറല്ലേ, ഡോ ഫസലേ, വാ. ഓല് വന്നിട്ട് കാണാം. സുഹൃത്തുക്കളെ നമ്മൾ പോവാട്ടോ, ബീച്ചിൽ നിന്ന് പോവാണേ. ഇപ്പോൾ സമയത്രയായി? ഇപ്പോൾ സമയത്രയായി? 12:10. ജുനേദേ 12:10? 12:10 കേട്ടോ. ശരിക്കും അതൊക്കെ നമ്മൾ റോഡിൽ വ്ളോഗ് എടുത്തില്ല. ആടാ മറ്റേ കളർ കോയല്ലേ? എടാ എന്താ അടി കിട്ടണോ? പെണ്ണ് തേച്ച് പറഞ്ഞിട്ട് പന്ത്രണ്ട് സമയം എത്ര മോനെ? 12:15. പോലീസ് മാമന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള്. എന്താ എന്റെ പ്രശ്നോ? ചെങ്ങായി പോയില്ലേ ഇപ്പൊ മുടിയൊരു കളർ എന്ത് എന്ത് എന്ത്? ഓ ഞാൻ റെഡി. സിന നാളെ എത്തൂലേ? സിന നാളെ എത്തൂലേ? നമ്മളെ ചെക്ക നാളെ എത്തുണ്ടോ? സിന ഒന്ന് വിടല്ല, ഒന്ന് എൻ്റെ നാട്ടിൽ പോയി, വയനാട്ടിൽ പോയി, ചുരത്ത് പോയി. പൈസ വൻ തിരക്ക്. നമ്മളങ്ങനെ കാർ എടുക്കുക? നമ്മളെ വണ്ടിയൊക്കെ സഞ്ജു പോവുകയും ചെയ്തോ? ഹലോ, കട്ട് ചെയ്ത് കിട്ടിക്കോ? ആരുമില്ല, ഞാൻ വരാം. രണ്ടാളെ ഇറങ്ങിട്ടോ. അപ്പൊ പറഞ്ഞ പോലെ എടാ ഓക്കെ. സുഹൃത്തുക്കളെ ഉവൈസും യാത്രയാകുകയാണ്. ഇനി ഞാനും ഫസലും മാത്രം. 1:36. ഓക്കെ ബൈ. ഇനി എന്നാ പോരെ? ഓക്കെ, ഓക്കെടാ.